ഹലോ, ഇന്ന് നമുക്ക് നെയ്ച്ചോറും ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ സീക്രട്ട് റെസിപ്പി എല്ലാം ഞാൻ ഇനി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ചിക്കനിലേക്ക് ആദ്യം കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകപ്പൗഡർ മസ്റ്റാണ്. പിന്നെ ഇച്ചിരി നമ്മൾ മല്ലിപ്പൊടി, പിന്നെ പുളിയില്ലാത്ത തൈര്, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂർ അങ്ങനെ വെന്നോട്ടെ. അപ്പോൾ അതിൽ ചിക്കനിലെല്ലാം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരും. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ വറുക്കാം അല്ലേ. ചിക്കൻ വറക്കാനായിട്ട് കുറച്ച് ഓയിലും അല്ലെങ്കിൽ കുറച്ച് ബട്ടറും ചേർക്കാം. എന്നിട്ട് ബട്ടർ മെൽട്ടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ചെറുതായിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് ഷാലോ ഫ്രൈ മതി, അല്ലാതെ മുക്കി പൊരിക്കുകയൊന്നും വേണ്ട. അപ്പോൾ തിരിച്ചും മറിച്ചും പതുക്കെ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. ചിക്കൻ നന്നായിട്ട് കുക്കാവുന്ന രീതിയിൽ നമുക്ക് തിരിച്ചും മറിച്ചുമിട്ട് വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് എണ്ണയിൽ നിന്ന് മാറ്റി നമുക്ക് കോരി വെക്കാം. അപ്പം തിരിച്ചും മറിച്ചും പതുക്കെ മീഡിയം ഫ്ലെയിം മതി, ലൈറ്റ് ബ്രൗൺ കളർ മതി, ഒരുപാട് ഡാർക്കൊന്നും വേണ്ട, കുക്കാവുന്ന രീതിയിൽ. ഇനി നമുക്ക് ബട്ടർ ചിക്കന് വേണ്ട പ്യൂരി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വഴറ്റണം. അതിനായി നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ ബട്ടറും ചേർത്തിട്ട് അതിനകത്തേക്ക് വോൾ മസാലാസ്, അതായത് നമ്മുടെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, ഏലക്ക, പിന്നെ വറ്റൽമുളക്, ഇതെല്ലാം. വറ്റൽമുളക് കാശ്മീരി ചില്ലി ആയാലും അതിൻ്റെ കാശ്മീരി ചില്ലി ഇല്ലാത്ത കാരണം ഞാൻ സാധാ വറ്റൽമുളകാണ് ഇട്ടത്. അപ്പം ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഗരം മസാല എല്ലാം വഴറ്റിയതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ആ സമയത്ത് നമുക്ക് സവാള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് വരും. പിന്നെ നമുക്ക് അതിനകത്തേക്ക് തക്കാളി, പിന്നെ ഗ്രീൻ ചില്ലി, പിന്നെ കാഷ്യൂ, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. ഉപ്പിട്ടാൽ തന്നെ നമുക്ക് അതിനൊരു ടേസ്റ്റ് നല്ലതായിട്ട് വരും. അപ്പോൾ അതാണ് ചെറുതായിട്ട് കുറച്ച് ഉപ്പ് അപ്പം ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇനി നിങ്ങൾ ബാക്കി നോക്കി ഉപ്പ് ഇട്ട് കൊടുക്കുക ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മല്ലിയില പ്രധാനമാണ്. അപ്പോൾ മല്ലിയിലൻ്റെ തണ്ടും, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി, കാഷ്യൂ ഇട്ട് കൊടുക്കണം. കാഷ്യൂ മസ്റ്റാണ് കേട്ടോ. കാഷ്യൂ കുറച്ച് കൂടുതൽ ഇട്ടാൽ, ഒരു 1/4 കപ്പ് ഇട്ടാലൊന്നും കുഴപ്പമില്ല. അതാണ് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ്റെയൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഒരു ചെറിയൊരു മധുരം നമുക്ക് കിട്ടുന്നില്ല, ഒരു ക്രീമി ടെക്സ്ചർ, അത് മെയിനായിട്ട് ഈ കാഷ്യൂ നട്ട് ഇട്ട് അരയ്ക്കുന്ന കാരണമാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇത് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒരു സ്പൂൺ പുളിയില്ലാത്ത തൈര്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടിതൊന്ന് സ്മൂത്താക്കി പേസ്റ്റാക്കി അരച്ചെടുക്കാം, നല്ലൊരു പ്യൂരി ആയിട്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ക്രീമി ടെക്സ്ചർ. നമുക്ക് ബട്ടർ ചിക്കൻ കാണുമ്പോൾ തന്നെ ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അത് വരാൻ കാരണം ഇങ്ങനത്തെ വെജിറ്റബിൾസ് ഇതെല്ലാം മസാല എല്ലാം കൂടെ നന്നായിട്ട് പ്യൂരിയാക്കി ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പ്യൂരി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്യൂരി നമുക്ക് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിനായി വീണ്ടും ബട്ടർ ഇട്ട പാനിലേക്ക് കുറച്ച് ഓയിലും ചേർത്തിട്ട് ഈ പ്യൂരി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പ്യൂരി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉപ്പും മുളകും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് അതിൻ്റെ എല്ലാം മസാലയൊക്കെ കൂട്ട് റെഡി അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ ഏകദേശം തയ്യാറായിട്ട് വരികയാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ടേസ്റ്റിനായിട്ടുള്ള കാര്യങ്ങളാണ് ഇടുന്നത്. അതിൽ മസ്റ്റാണ് കസൂരി മേത്തി. കസൂരി മേത്തി കയ്യിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കസൂരി മേത്തി ഇടുക. പിന്നെ നമുക്ക് മല്ലിയില വേണം. പിന്നെ ഫ്രഷ് ക്രീം മസ്റ്റാണ്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. ഫ്രഷ് ക്രീം നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ അതിൻ്റെ മേലത്തെ ഇച്ചിരി പാൽ, ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ഇച്ചിരി പാൽ, ഒരു 1-2 ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം ഫ്രഷ് ക്രീം, കസൂരി മേത്തി, പിന്നെ മല്ലിയില ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഒരു ഇച്ചിരി ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ബട്ടർ ഇനി നമുക്ക് നെയ്ച്ചോറ് അല്ലെങ്കിൽ ഗീ റൈസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത്, ആവശ്യത്തിന് നെയ്യ് ചേർത്ത് അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഇട്ട് മൂപ്പിച്ച് അതിനകത്തേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കുറച്ച് സവാള അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത് വഴന്ന് വരുമ്പോൾ നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി, ഞാൻ ഇവിടെ കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ അരി, 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർക്കുന്നത്. ആ അരി ഇതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അരി ഇതിനകത്തേക്ക് വഴറ്റുമ്പോൾ അരി ഒട്ടിപ്പിടിച്ച് പോകുന്നുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ ഒട്ടിപ്പിടിക്കില്ല. അതതിൻ്റെ ഒരു ടിപ്പാണ്. അപ്പം നമുക്ക് അരി ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ആവശ്യത്തിന് വെള്ളം, 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അരി ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് നമുക്ക് ഈ സമയത്ത് ഗീ റൈസ് ആണല്ലോ, അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് എക്സ്ട്രാ ഗീ നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ഇത് ഗാർണിഷിങ്ങിനായിട്ട് നമ്മുടെ കാഷ്യും കിസ്മിസും നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വറുത്തിട്ട് ഇതിനകത്തേക്ക് ഗാർണിഷിനായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഭംഗിക്കാണ്. അപ്പം നെയ്യ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് വരും. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അപ്പം നമ്മുടെ ഗീ റൈസും പിന്നെ ബട്ടർ ചിക്കനും റെഡിയായി. നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. അപ്പം ടേസ്റ്റും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അതേ ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വിരുന്നുകാരൊക്കെ വന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോംബോ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.